വേങ്ങര ലിസാൻ സ്കൂൾ നടത്തുന്ന ആർക്കൈവ് എക്സ്പോ, പഴയകാല ചരിത്രങ്ങൾ കാണിക്കുന്ന ഒരുപാട് വസ്തുക്കളെ ഷോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് പഴയകാലത്തെ ഒരുപാട് വസ്തുക്കൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വേങ്ങര ലിസാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനകത്ത് ആദ്യം തന്നെ തുടങ്ങുന്നത് മഹാത്മാഗാന്ധിയുടെ ചരിത്രങ്ങൾ വെച്ചിട്ടാണ്. അങ്ങനെ പോയിട്ട് ഒരുപാട് പഴയകാല വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടു മറന്നിട്ടുള്ളതുമായ ഒരുപാട് വസ്തുക്കൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ എന്താണ്, ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ, അതുപോലെ തന്നെ പുരാതന നാണയങ്ങൾ തൊട്ട് ഇന്ത്യയിൽ ഇറങ്ങിയ ഏകദേശ നാണയങ്ങളൊക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. കൂടാതെ സ്മരണക്കായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കുന്ന ഒട്ടേറെ നാണയങ്ങളുണ്ട്. 1000 രൂപയുടെ, 500 രൂപയുടെ, 525, 200, 150, 100 അങ്ങനെ വെള്ളി നാണയങ്ങളാണ്. കൂടാതെ നമ്മുടെ ഗാന്ധിജിയുടെ അപൂർവം 800ഓളം ഫോട്ടോസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടൻ പ്രിന്റഡ് ഫോട്ടോസാണ്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ആദ്യം ഇറങ്ങിയ കാൽക്കുലേറ്റർ, അതുപോലെ ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ, അഥവാ നമ്മുടെ പൂർവികർ ഉപയോഗിച്ച കാർഷിക ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ക്യാമറകൾ, റേഡിയോസ്, പിന്നെ റേഡിയോ കാണാൻ വേണ്ടിയിട്ട്, റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച റേഡിയോ ലൈസൻസ് അത് നമ്മളെ കയ്യിലുണ്ട്. റേഡിയോ ലൈസൻസ്, ഈ റേഡിയോ ലൈസൻസും അതുപോലെ ആദിവാസി ആഭരണങ്ങൾ എല്ലാം നമ്മുടെ ഈ ചെറിയ ഒരു എക്സ്പോയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കുകയാണ്. ഇത് കോടിക്കണക്കിന് ഉൾപ്പെടെ പൈസ ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത്രയും അപൂർവങ്ങളാണ്. അതുപോലെ എഴുത്താണി, മുഗളന്മാരുടെ നാണയങ്ങൾ, ചോള രാജാക്കന്മാർ. ഇന്ത്യ 600ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു. അന്ന് ഒട്ടേറെ നാണയങ്ങൾ ആ നാട്ടുരാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ നാണയങ്ങളൊക്കെ തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മെഡലുകൾ, പണ്ട് സൈനികർ കൊടുത്ത മെഡലുകൾ, അവരുടെ തൊപ്പികൾ, പിന്നെ ബാലറ്റ് ബോക്സ്, അങ്ങനെ ഒട്ടേറെ അനവധി താളിയോലകൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മുടെ ഈ എക്സ്പോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്രകാരം തന്നെ പഴയ കാലത്തെ പ്രസ്സിൽ ഉപയോഗിച്ച അച്ചുകൾ, ചെറിയ ഖുർആന്, ചെമ്പിൽ തീർത്ത ഖുർആനുകൾ എല്ലാം ഈ എക്സ്പോയിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഇറങ്ങിയ റെഡ് പെന്നി എന്ന് പറയുന്ന സ്റ്റാമ്പ് ഇപ്പോഴും എന്തുണ്ട് നമ്മൾ പ്രദർശനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ആയിരക്കണക്കിന് സ്റ്റാമ്പുകൾ, ആദ്യകാലത്തെ സ്റ്റാമ്പുകൾ എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ കാണാൻ കഴിയും. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഒരു 20 ലക്ഷത്തോളം രൂപ പൾപ്പാക്കിയ ഒരു പൾപ്പാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരു മരം ഭൂമിക്കടിയിൽ കിടന്നിട്ട് കല്ലായി മാറിയതാണ്. വുഡ് ചേഞ്ച് ടു സ്റ്റോൺ, അത് നമുക്കിവിടെ കാണാൻ കഴിയും. താളിയോലകൾ, കോലയിത്ത്, ഓട്ടോമൻ സംസ്കാരത്തിൽ ഇറങ്ങിയ നാണയങ്ങൾ എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ.